ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെർലക് ഹോംസിൻ്റെ അഡ്വഞ്ചേഴ്സ് ഓഫ് ദി ബ്ലൂ കാർബൺകൾ അല്ലെങ്കിൽ നീലമാണിക്യത്തിൻ്റെ കഥ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ് പറയുന്നത്. ഇത് ഡോക്ടർ വാട്സൺ പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഷെർലക് ഹോംസ് കഥകളൊക്കെ അങ്ങനെയാണ്. അപ്പം ഇതിനെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് TTS ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും, ലൈക്കുകൾ, സബ്സ്ക്രിപ്ഷൻസ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കഥ കേൾക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് ഡോക്ടർ വാട്സൻ്റെ വാക്കുകളിലേക്ക് പോകാം. ക്രിസ്മസ് കഴിഞ്ഞ് 2-ാം ദിവസം ഞാൻ സുഹൃത്തായ ഷെർലക് ഹോംസിനെ കാണാൻ പോയി. അദ്ദേഹം സോഫയിൽ വിശ്രമിക്കുകയായിരുന്നു. അടുത്തുള്ള ഒരു കസേരയിൽ പഴയതും മുഷിഞ്ഞതുമായ ഒരു തൊപ്പി ഇരിപ്പുണ്ടായിരുന്നു. ഒരു ലെൻസും ഫോഴ്സെപ്സും അവിടെ കണ്ടപ്പോൾ അദ്ദേഹം ആ തൊപ്പി പരിശോധിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്തിയോ? ഞാൻ ചോദിച്ചു. ഒരിക്കലുമില്ല വാട്സൺ. ഈ തൊപ്പിയെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും ഇതിൽ രസകരമായ ചില വശങ്ങളുണ്ട്, ഹോംസ് പറഞ്ഞു. ഞാൻ കസേരയിൽ ഇരുന്നു. ഇതൊരു വലിയ കുറ്റകൃത്യത്തിന്റെ തെളിവാണോ? ഞാൻ ചോദിച്ചു. അല്ല വാട്സൺ, ഇതൊരു കുറ്റകൃത്യമല്ല, ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിൽ ഇത്തരം വിചിത്രമായ കാര്യങ്ങൾ നടക്കാറുണ്ട്. പീറ്റേഴ്സൺ എന്ന ഉദ്യോഗസ്ഥന് കിട്ടിയതാണിത്. ഇത് പീറ്റേഴ്സന്റെ തൊപ്പിയാണോ? അല്ല, അവന് ഇത് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ക്രിസ്മസ് ദിവസം പുലർച്ചെ പോട്ടണം കോട്ട് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു താറാവിനെ തോളിലിട്ട് പോകുന്നത് അവൻ കണ്ടു. കുറച്ച് ഗുണ്ടകൾ ആ മനുഷ്യനെ ആക്രമിച്ചു. പേടിച്ചുപോയ അയാൾ തന്റെ തൊപ്പിയും താറാവും അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. പീറ്റേഴ്സൺ അത് എനിക്ക് കൊണ്ടുവന്നു. അയാൾക്ക് ഈ തിരിച്ചു കൊടുത്തില്ലേ? ഞാൻ ചോദിച്ചു. അതാണ് പ്രശ്നം. താറാവിന്റെ കാലിൽ മിസ്സിസ് ഹെൻറി ബേക്കർ എന്ന് എഴുതിയിരുന്നു. തൊപ്പിയിൽ ബിഗ് എന്നും ഉണ്ട്. പക്ഷേ ഈ നഗരത്തിൽ ആയിരക്കണക്കിന് ഹെൻറി ബേക്കർമാരുണ്ട്. ആരെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? താറാവ് കേടാകാൻ തുടങ്ങിയതുകൊണ്ട് പീറ്റേഴ്സൺ അത് കൊണ്ടുപോയി. ഈ തൊപ്പി മാത്രം ഇപ്പോൾ എന്റെ കൈവശമുണ്ട്. ഈ പഴയ തൊപ്പിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഞാൻ ചോദിച്ചു. ഹോംസ് ലെൻസ് എനിക്ക് തന്നു. വാട്സൺ, നിങ്ങൾ തന്നെ നോക്കൂ. ഇതിന്റെ ഉടമസ്ഥനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? ഞാൻ ആ തൊപ്പി പരിശോധിച്ചു. അത് വളരെ പഴയതായിരുന്നു. ഉള്ളിൽ ബിഗ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഞാൻ പറഞ്ഞു. അല്ല വാട്സൺ, നിങ്ങൾ എല്ലാം കാണുന്നുണ്ട്. പക്ഷേ കണ്ട കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, ഹോംസ് പറഞ്ഞു. ഈ തൊപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ഹോംസ് ആ തൊപ്പി ശ്രദ്ധാപൂർവം പരിശോധിച്ചു. ഇതൊരു ബുദ്ധിമാനായ മനുഷ്യന്റേതാണ്, അദ്ദേഹം പറഞ്ഞു. 3 വർഷം മുമ്പ് അയാൾ നല്ല നിലയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ ദരിദ്രനാണ്. മദ്യപാനം കാരണം അയാളുടെ സ്വഭാവം മോശമായിരിക്കാം. അയാളുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ അയാളോട് സ്നേഹമില്ല. എന്റെ പ്രിയപ്പെട്ട ഹോംസ്, ഞാൻ അത്ഭുതത്തോടെ വിളിച്ചു. അയാൾക്ക് ഇപ്പോഴും കുറച്ച് ആത്മാഭിമാനമുണ്ട്, ഹോംസ് തുടർന്നു. അയാൾ അധികം പുറത്തിറങ്ങാത്ത മധ്യവയസ്കനായ ഒരാളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ മുടി വെട്ടിയിരുന്നു, അതിൽ ലൈം ക്രീം തേച്ചിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടാകാൻ വഴിയില്ല. ഹോംസ്, നിങ്ങൾ തീർച്ചയായും തമാശ പറയുകയാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ലേ? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അയാൾ ബുദ്ധിമാനാണ് എന്ന് എങ്ങനെ കണ്ടെത്തി? മറുപടിയായി ഹോംസ് ആ തൊപ്പി സ്വന്തം തലയിൽ വെച്ചു. അത് അയാളുടെ കണ്ണിന് താഴെ വരെ ഇറങ്ങി നിന്നു. ഇതൊരു വലിയ തൊപ്പിയാണ്. ഇത്രയും വലിയ തലയുള്ള ഒരാൾക്ക് തീർച്ചയായും നല്ല ബുദ്ധിയുണ്ടാകും, അദ്ദേഹം പറഞ്ഞു. അയാളുടെ സമ്പത്ത് കുറഞ്ഞ കാര്യമോ? ഞാൻ വീണ്ടും ചോദിച്ചു. ഈ തൊപ്പിക്ക് 3 വർഷം പഴക്കമുണ്ട് വാട്സൺ. ഇത് വളരെ വില കൂടിയ ഒന്നാണ്. ഇത് വാങ്ങിയ ആൾ ഇപ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കണം.
അതെങ്ങനെ മനസ്സിലായി? വാട്സൺ ചോദിച്ചു. ഇതിലെ ഇലാസ്റ്റിക് പൊട്ടിയിട്ടും അയാൾ അത് മാറ്റിയില്ല. അത് അയാളുടെ അശ്രദ്ധ കാണിക്കുന്നു. എങ്കിലും മഷി ഉപയോഗിച്ച് കറകൾ മറയ്ക്കാൻ ശ്രമിച്ചത് അയാൾക്ക് ഇപ്പോഴും അന്തസ്സുണ്ടെന്ന് തെളിയിക്കുന്നു. അയാൾക്ക് ഇടത്തരം പ്രായമുണ്ട്, നരച്ച മുടിയാണ്. മുടി വെട്ടിയിട്ട് അധികമായില്ല. ഈ പൊടി വീടിനുള്ളിലേതാണ്. അയാൾക്ക് നന്നായി വിയർക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ അയാളുടെ ഭാര്യയ്ക്ക് അയാളോട് സ്നേഹമില്ലെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഈ തൊപ്പി ആഴ്ചകളായി വൃത്തിയാക്കിയിട്ടില്ല. വാട്സണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇങ്ങനെ പുറത്തുവിടില്ല. അതുകൊണ്ട് അയാളുടെ ഭാര്യയ്ക്ക് അയാളോട് ഇപ്പോൾ സ്നേഹമില്ലെന്ന് ഉറപ്പാണ്. അയാൾ ഒരു ബാച്ചിലർ ആയിക്കൂടെ? അല്ല, ആ താറാവിന്റെ കാലിലെ കാരട് നോക്കൂ. അത് ഭാര്യയ്ക്ക് നൽകാനുള്ള സമ്മാനമായിരുന്നു. പിന്നെ തൊപ്പിയിലെ മെഴുകുതിരി കറകൾ കാണിക്കുന്നത് അയാളുടെ വീട്ടിൽ ഗ്യാസ് വെളിച്ചമില്ല എന്നാണ്. താങ്കൾക്ക് തൃപ്തിയായല്ലോ? വാട്സൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? പെട്ടെന്ന് പീറ്റേഴ്സൺ അവിടേക്ക് ഓടിവന്നു. ഹോംസ് സാറേ, നോക്കൂ. താറാവിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഭാര്യയ്ക്ക് ഇത് കിട്ടി. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തിളങ്ങുന്ന ഒരു നീല രത്നം കാണിച്ചു. ഷെർലക് ഹോംസ് അത്ഭുതത്തോടെ എഴുന്നേറ്റു. പീറ്റേഴ്സൺ, ഇത് കൗണ്ടസ് ഓഫ് മോർഗാറിന്റെ നീലരത്നമാണ്. ഇതിന് വലിയ വിലയുണ്ട്. 1000 പൗണ്ട് ആണ് ഇതിന് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 പൗണ്ടോ? പീറ്റേഴ്സൺ അമ്പരന്നു. 5 ദിവസം മുൻപ് ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ നിന്നാണ് ഇത് കാണാതായത്. ജോൺ ഹോർണർ എന്ന പ്ലംബറാണ് ഇത് മോഷ്ടിച്ചതെന്ന് കരുതപ്പെടുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാം. ഹോംസ് പത്രം നിവർത്തി. ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ നടന്ന രത്നമോഷണത്തെക്കുറിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കൗണ്ടസ് ഓഫ് മോർക്കറുടെ ബ്ലൂ കാർബങ്കിൾ എന്ന വിലപിടിപ്പുള്ള രത്നം മോഷ്ടിച്ചതിന് ജോൺ ഹോർണർ എന്ന പ്ലംബറെ പോലീസ് പിടികൂടി. ഹോട്ടൽ ജീവനക്കാരനായ ജെയിംസ് റൈഡറാണ് ഹോർണറെ മുറിയിൽ കൊണ്ടുപോയത്. റൈഡർ അല്പനേരം കഴിഞ്ഞ് മടങ്ങിവന്നപ്പോൾ ഹോർണറെയും രത്നത്തെയും അവിടെ കണ്ടില്ല. ഹോർണർ താൻ നിരപരാധിയാണെന്ന് നിലവിളിച്ചെങ്കിലും മുമ്പും മോഷണം നടത്തിയിട്ടുള്ളതിനാൽ കോടതി അയാളെ തടവിലാക്കി. ഇത് കേട്ട് ഹോർണർ കോടതിയിൽ ബോധം നേട്ടു വീണു. പോലീസിന്റെ അന്വേഷണം അവിടെ നിൽക്കട്ടെ. പത്രം മാറ്റിവെച്ചുകൊണ്ട് ഹോംസ് ചിന്തയോടെ പറഞ്ഞു. പ്രിയപ്പെട്ട വാട്സൺ, മോഷ്ടിക്കപ്പെട്ട ഈ രത്നം എങ്ങനെ ഒരു വാത്തിന്റെ ഉള്ളിലെത്തി എന്ന് നമ്മൾ കണ്ടെത്തണം. ഈ വാത്ത് ഹെൻറി ബേക്കർ എന്ന ആളുടേതാണ്. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം നൽകി അയാളെ കണ്ടെത്താൻ ശ്രമിക്കാം. നിങ്ങൾ എന്താണ് പരസ്യത്തിൽ എഴുതുക? വാട്സൺ ചോദിച്ചു. ഹോംസ് ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി: ഗുഡ്ജ് സ്ട്രീറ്റിൽ നിന്നും ഒരു വാത്തിനെയും കറുത്ത തൊപ്പിയും കിട്ടിയിട്ടുണ്ട്. ഹെൻറി ബേക്കറിന് ഇന്ന് വൈകുന്നേരം 6:30 ബേക്കർ സ്ട്രീറ്റിലെ 221 ബിയിൽ വന്ന് ഇത് കൈപ്പറ്റാം. ഇത് ലളിതവും വ്യക്തവുമാണ്. അയാൾ ഈ പരസ്യം കാണുമോ എന്ന് വാട്സൺ ചോദിച്ചു. തീർച്ചയായും, ഷെർലക് ഹോംസ് പറഞ്ഞു. പാവപ്പെട്ട ഒരാൾക്ക് ആ താറാവ് വലിയൊരു നഷ്ടമാണ്. പീറ്റേഴ്സൺ, ഈ പരസ്യം എല്ലാ പ്രധാന പത്രങ്ങളിലും നൽകൂ. പിന്നെ വരുമ്പോൾ ഒരു പുതിയ താറാവിനെ കൂടി വാങ്ങണം. ആ പഴയതിന് പകരം നമുക്ക് ഇത് അയാൾക്ക് നൽകാം. പീറ്റേഴ്സൺ പോയപ്പോൾ ഹോംസ് ആ നീലക്കല്ല് വെളിച്ചത്തിൽ നോക്കി. വാട്സൺ, ഇതൊരു അത്ഭുതക്കല്ലാണ്. ഇതിനുവേണ്ടി പല കൊലപാതകങ്ങളും മോഷണങ്ങളും നടന്നിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കിട്ടിയ ഈ കല്ലിന് വലിയൊരു കുറ്റകൃത്യ ചരിത്രമുണ്ട്. ഞാൻ ഇത് സുരക്ഷിതമായി പെട്ടിയിൽ വെക്കാം. ഹെൻറി ബേക്കർക്ക് ഇതിൽ പങ്കുണ്ടാകുമോ? വാട്സൺ ചോദിച്ചു. എനിക്ക് തോന്നുന്നത് അയാൾ നിരപരാധിയാണെന്നാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന താറാവിനുള്ളിൽ ഇത്രയും വിലപിടിപ്പുള്ള ഒന്നുള്ള കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. വൈകുന്നേരം അയാൾ വരുമ്പോൾ നമുക്ക് സത്യം അറിയാം, ഹോംസ് പറഞ്ഞു. രാത്രി 7 മണിക്ക് ഭക്ഷണത്തിന് വരാമെന്ന് പറഞ്ഞ് വാട്സൺ തന്റെ ജോലികൾക്കായി പോയി. വൈകുന്നേരം വാട്സൺ തിരിച്ചെത്തിയപ്പോൾ ഹെൻറി ബേക്കർ അവിടെ എത്തിയിരുന്നു. അയാൾ ഒരു പണ്ഡിതനെ പോലെ തോന്നിപ്പിച്ചെങ്കിലും വസ്ത്രങ്ങൾ വളരെ പഴയതായിരുന്നു. മിസ്റ്റർ ബേക്കർ, ഇരിക്കൂ, ഹോംസ് ബഹുമാനത്തോടെ പറഞ്ഞു. ഇതാണോ നിങ്ങളുടെ തൊപ്പി? അതെ സാർ, ഇത് തീർച്ചയായും എന്റെ തന്നെയാണ്, ബേക്കർ സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങളുടെ താറാവ് കേടുവന്നു പോകുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അത് കഴിച്ചു. പകരം ദാ അവിടെ ഇരിക്കുന്ന പുതിയ താറാവ് നിങ്ങൾക്ക് എടുക്കാം. അത് പഴയതിനേക്കാൾ നല്ലതാണ്, ഹോംസ് പറഞ്ഞു. ബേക്കർക്ക് വലിയ ആശ്വാസമായി.
വളരെ നന്ദി സർ, എനിക്ക് ഈ പുതിയ താറാവ് മതി. പഴയതിന്റെ ബാക്കി ഭാഗങ്ങൾ എനിക്ക് ആവശ്യമില്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ പോകാൻ തുടങ്ങിയപ്പോൾ ഹോംസ് ചോദിച്ചു, ഒരു കാര്യം കൂടി, ആ പഴയ താറാവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് നല്ലൊരു പക്ഷിയായിരുന്നു. തീർച്ചയായും സാർ, തന്റെ പുതിയ തൊപ്പി കക്ഷത്തിൽ വെച്ചുകൊണ്ട് ബേക്കർ പറഞ്ഞു. ഞങ്ങൾ മ്യൂസിയത്തിനടുത്തുള്ള ആൽഫ ഇൻ എന്ന ഹോട്ടലിൽ പോകാറുണ്ട്. അവിടെ വിൻഡിഗേറ്റ് എന്ന ഉടമ ഒരു ഗൂസ് ക്ലബ്ബ് തുടങ്ങിയിരുന്നു. ആഴ്ചയിൽ കുറച്ചു പണം നൽകിയാൽ ക്രിസ്മസിന് ഒരു താറാവിനെ കിട്ടും. ഞാൻ പണം കൃത്യമായി നൽകിയിരുന്നു. എന്റെ പ്രായത്തിന് ചേരാത്ത ആ പഴയ തൊപ്പിക്ക് പകരം ഈ തിരിച്ചു തന്നതിന് നന്ദി. അദ്ദേഹം വണങ്ങി പുറത്തേക്ക് പോയി. മിസ്റ്റർ ഹെൻറി ബേക്കറിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഉറപ്പാണ്, ഹോംസ് പറഞ്ഞു. വാട്സൺ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അത്രയ്ക്കില്ല. എങ്കിൽ നമുക്ക് ഈ സൂചന ഉടനെ തന്നെ പിന്തുടരാം. തീർച്ചയായും, ഞാൻ പറഞ്ഞു. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. ഞങ്ങൾ കൂട്ടും മഫ്ലറും ധരിച്ച് പുറത്തിറങ്ങി. വിംബോൾ സ്ട്രീറ്റിലൂടെയും ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലൂടെയും നടന്ന് ഞങ്ങൾ ആൽഫ ഇന്നിൽ എത്തി. ഹോംസ് ഉടമയോട് 2 ഗ്ലാസ് ബിയർ ചോദിച്ചു. നിങ്ങളുടെ താറാവുകളെപ്പോലെ തന്നെ ബിയറും നല്ലതായിരിക്കും എന്ന് കരുതുന്നു, ഹോംസ് പറഞ്ഞു. എന്റെ താറാവുകളോ? ഉടമ അത്ഭുതപ്പെട്ടു. അതെ, ഹെൻറി ബേക്കർ നിങ്ങളുടെ ക്ലബിലെ അംഗമാണല്ലോ. ഓ, അത് ശരിയാണ്. പക്ഷേ ആ താറാവുകൾ എന്റേതല്ല. ഞാൻ അവ കോവന്ത് ഗാർഡനിലെ ഒരു കച്ചവടക്കാരനിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെയോ? ഏത് കച്ചവടക്കാരൻ? ഹോംസ് ചോദിച്ചു. ബ്രേക്കിൻറിഡ്ജ് എന്നാണ് അയാളുടെ പേര്. എനിക്ക് അയാളെ അറിയില്ല. ശരി, നിങ്ങളുടെ ആരോഗ്യത്തിനായി ഈ പാനീയം കുടിക്കാം. ശുഭയാത്രി, ഞാൻ പറഞ്ഞു. പുറത്തെ തണുപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഹോംസ് തന്റെ കോട്ട് ബട്ടൺ ഇട്ടുകൊണ്ട് പറഞ്ഞു, വാട്സൺ, ഈ താറാവ് വെറുമൊരു പക്ഷിയല്ല. ഒരാൾ 7 വർഷം ജയിലിൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ ഉറവിടമാണ്. പോലീസ് ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തണം. വേഗം നടക്കൂ. ഞങ്ങൾ കോവന്ത് ഗാർഡൻ മാർക്കറ്റിലെത്തി. അവിടെ ബ്രേക്കിൻറിഡ്ജ് എന്ന ബോർഡുള്ള ഒരു കട കണ്ടു. ഉടമസ്ഥൻ കട അടയ്ക്കാൻ സഹായിക്കുകയായിരുന്നു. നമസ്കാരം, നല്ല തണുപ്പുള്ള രാത്രിയാണല്ലേ? ഹോംസ് ചോദിച്ചു. അയാൾ തലയാട്ടി. താറാവുകൾ എല്ലാം വിട്ടുപോയോ? ഹോംസ് തുടർന്നു. നാളെ രാവിലെ 500 തരാം. അതുകൊണ്ട് കാര്യമില്ല. അപ്പുറത്തെ കടയിൽ ചിലപ്പോൾ കാണും. പക്ഷേ എനിക്ക് നിങ്ങളെയാണ് നിർദ്ദേശിച്ചത്. ആരാണ്? ആൽഫ ഹോട്ടലിലെ ഉടമസ്ഥൻ. ഓ അതെ, ഞാൻ അയാൾക്ക് കുറച്ച് താറാവുകളെ കൊടുത്തിരുന്നു. അവ നല്ല പക്ഷികളായിരുന്നു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് അവയെ കിട്ടിയത്? പെട്ടെന്ന് അയാൾക്ക് ദേഷ്യം വന്നു. നിങ്ങൾ എന്തിനാണ് ഇത് ചോദിക്കുന്നത്? നേരെ കാര്യം പറയൂ. ആൽഫ ഹോട്ടലിൽ കൊടുത്ത താറാവുകളെ ആര് വിട്ടു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ പറയില്ല, അയാൾ തറപ്പിച്ചു പറഞ്ഞു. ഓ, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഹോംസ് ചോദിച്ചു. ദേഷ്യം വരാതിരിക്കുമോ? എല്ലാവർക്കും ഇതന്നെ അറിയണം. ഞാൻ പണം കൊടുത്തു വാങ്ങിയ സാധനമാണിത്. പക്ഷേ എല്ലാവരും ചോദിക്കുന്നത് താറാവുകൾ എവിടെ നിന്ന് വന്നു എന്നാണ്. ഹോംസ് ശാന്തനായി പറഞ്ഞു, മറ്റുള്ളവരുമായി എനിക്ക് ബന്ധമില്ല. പക്ഷേ ആ താറാവുകൾ ഗ്രാമത്തിൽ വളർത്തിയതാണെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഒരു പന്തയം വെക്കാം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ പണം തരാം. എങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും, കാരണം അവ നഗരത്തിൽ വളർത്തിയവയാണ്, അയാൾ പറഞ്ഞു. ഒരിക്കലുമല്ല. അതെയെന്ന് ഞാൻ പറയുന്നു. ഞാൻ വിശ്വസിക്കില്ല. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്നാണോ? അവ നഗരത്തിൽ വളർത്തിയവയാണ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എങ്കിൽ പന്തയം വെക്കുന്നുണ്ടോ? ശരി, നിങ്ങളുടെ വാശി മാറ്റാൻ ഞാൻ പന്തയത്തിന് തയ്യാറാണ്, ഹോംസ് പറഞ്ഞു. അയാൾ തന്റെ കണക്കുപുസ്തകം എടുത്തു. ഇതാ നോക്കൂ, മിസ്സിസ് ഓക്സ്ഷൂട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, ഡിസംബർ 22-ന് 24 താറാവുകൾ. അവ നഗരത്തിൽ വളർത്തിയവയാണ്. ആൽഫയിലെ മിസ്റ്റർ വിൻഡിഗേറ്റിന് വിറ്റതായും ഇതിലുണ്ട്. ഇപ്പോൾ എന്തു പറയുന്നു? ഹോംസ് തോറ്റതുപോലെ അഭിനയിച്ച് പണം നൽകി. കുറച്ചു ദൂരം മാറിയപ്പോൾ അദ്ദേഹം ചിരിച്ചു. വാട്സൺ, ഇത്തരം ആളുകളെക്കൊണ്ട് സത്യം പറയിക്കാൻ പന്തയം വെക്കുന്നതാണ് എളുപ്പവഴി. നമ്മൾ ഏകദേശം സത്യം കണ്ടെത്തിക്കഴിഞ്ഞു.
നമുക്ക് ഇന്ന് തന്നെ മിസ്സിസ് ഓക്സ്ഫോർഡിനെ കാണണോ അതോ നാളെ മതിയോ? പെട്ടെന്ന് കടയിൽ നിന്ന് ഒരു ബഹളം കേട്ടു. ഒരു ചെറിയ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബ്രെക്കിനിഡ്ജ് അയാളോട് ആക്രോശിച്ചു, ഇനി താറാവുകളെക്കുറിച്ച് ചോദിച്ച് ഇങ്ങോട്ട് വരരുത്. ഞാൻ അവ നിങ്ങളിൽ നിന്നാണോ വാങ്ങിയത്? അല്ല, പക്ഷേ അതിലൊന്ന് എന്റേതായിരുന്നു, ആ മനുഷ്യൻ ദയനീയമായി പറഞ്ഞു. എങ്കിൽ പോയി മിസ്സിസ് ഓക്സ്ഫോർഡിനോട് ചോദിക്ക്. കച്ചവടക്കാരൻ ദേഷ്യപ്പെട്ടു. അവർ നിങ്ങളോട് ചോദിക്കാനാണ് പറഞ്ഞത്. ആ മനുഷ്യൻ മറുപടി നൽകി. നീ ആരോട് വേണമെങ്കിലും ചോദിക്ക്, എനിക്ക് മടുത്തു. ഇവിടുന്ന് പോ. കച്ചവടക്കാരൻ അയാളെ ആട്ടിയോടിച്ചു. ആ മനുഷ്യൻ വേഗത്തിൽ അവിടെ നിന്നും മാറി. വാട്സൺ, നമുക്ക് ബ്രിക്സ്റ്റൺ റോഡ് വരെ പോകേണ്ടി വരില്ലെന്ന് തോന്നുന്നു, ഹോംസ് എന്നോട് രഹസ്യമായി പറഞ്ഞു. നമുക്ക് ഇയാളെ പിന്തുടരാം. ഹോംസ് വേഗത്തിൽ നടന്ന് ആ മനുഷ്യന്റെ തോളിൽ തട്ടി. വെളിച്ചത്തിൽ നോക്കിയപ്പോൾ അയാൾ പേടിച്ച് വിളറിയിരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ക്ഷമിക്കണം, നിങ്ങൾ കച്ചവടക്കാരനോട് ചോദിച്ചത് ഞാൻ കേട്ടു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, ഹോംസ് ശാന്തനായി പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം? എന്റെ പേര് ഷെർലക് ഹോംസ്. മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നതാണ് എന്റെ ജോലി. മിസ്സിസ് ഓക്സ്ഫോർഡ് വിട്ട ആ താറാവുകളെക്കുറിച്ചല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഹോംസ് ആ താറാവുകൾ കൈമാറി വന്ന വഴികൾ കൃത്യമായി പറഞ്ഞുകൊടുത്തു. ഓ സാർ, നിങ്ങളെപ്പോലൊരാളെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്, അയാൾ ആവേശത്തോടെ പറഞ്ഞു. ഹോംസ് ഒരു വണ്ടി വിളിച്ചു. ഈ തണുപ്പത്ത് നിൽക്കാതെ നമുക്ക് ഒരു മുറിയിൽ ഇരുന്ന് സംസാരിക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ പേര് പറയാമോ? എന്റെ പേര് ജോൺ ഡോവിസൺ, അയാൾ ഒന്ന് മടിച്ച ശേഷം പറഞ്ഞു. യഥാർത്ഥ പേര് പറയൂ, ഹോംസ് ശാന്തമായി പറഞ്ഞു. കള്ളപ്പേരുകളിൽ ബിസിനസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അയാൾ വല്ലാതെ പേടിച്ചുപോയി. ശരി, എന്റെ പേര് ജെയിംസ് റൈഡർ എന്നാണ്, അയാൾ പറഞ്ഞു. ശരി. ഹോട്ടൽ കോസ്മോപൊളിറ്റനിലെ പ്രധാന ജീവനക്കാരൻ. നമുക്ക് വണ്ടിയിൽ കയറാം, ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഹോംസ് പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ വീട്ടിലെത്തി. യാത്രയിലുടനീളം ജെയിംസ് റൈഡർ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് അകത്തേക്ക് പോകാം, ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു. റൈഡർ, നിങ്ങൾക്ക് തണുക്കുന്നുണ്ടാകും. ഈ കസേരയിൽ ഇരിക്കൂ. ആ താറാവുകൾക്ക് എന്ത് സംഭവിച്ചു എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ സാർ, അയാൾ പറഞ്ഞു. വാൽഭാഗത്ത് കറുത്ത അടയാളമുള്ള ആ ഒരു താറാവിനെക്കുറിച്ചല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? റൈഡർ ആവേശത്തോടെ ചോദിച്ചു. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഇവിടെയുണ്ട്. അതൊരു അത്ഭുത പക്ഷിയായിരുന്നു. അത് ചത്ത ശേഷം ഒരു നീലമുട്ടയിട്ടു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നീലമുട്ട, ഹോംസ് പറഞ്ഞു. ഹോംസ് തന്റെ പെട്ടി തുറന്ന് തിളങ്ങുന്ന ഒരു നീലരത്നം പുറത്തെടുത്തു. അത് കണ്ടതും റൈഡർ തളർന്നുപോയി. കളി അവസാനിച്ചു റൈഡർ, ഹോംസ് ശാന്തമായി പറഞ്ഞു. വാട്സൺ, ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കൂ. ഇയാൾക്ക് ഒരു കുറ്റവാളിയാകാനുള്ള ധൈര്യമില്ല. കുറച്ച് ബ്രാൻഡി നൽകൂ. മദ്യം കഴിച്ചതോടെ റൈഡർക്ക് അല്പം ആശ്വാസം തോന്നി. എന്റെ പക്കൽ എല്ലാ തെളിവുകളുമുണ്ട്, ഹോംസ് പറഞ്ഞു. കൗണ്ടസ് ഓപ്പ് മോർക്കറുടെ ഈ നീലരത്നത്തെക്കുറിച്ച് കാതറിൻ ക്യൂസാക്ക് ആണ് നിങ്ങളോട് പറഞ്ഞത്, അല്ലേ? പണത്തോടുള്ള ആർത്തി കാരണം നിങ്ങൾ പാവം ഹോർണറെ ഈ കേസിൽ കുടുക്കി. നിങ്ങൾ രത്നം മോഷ്ടിച്ചിട്ട് കുറ്റം അയാളുടെ മേൽ ചുമത്തി. റൈഡർ പെട്ടെന്ന് ഹോംസിന്റെ കാൽക്കൽ വീണു. ദൈവത്തെയോർത്ത് എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛനെയും അമ്മയെയും ഓർത്ത് എന്നെ വിടണം. ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല. എന്നെ കോടതിയിൽ എത്തിക്കരുത്. അയാൾ നിലവിളിച്ചു. കസേരയിൽ ഇരിക്കൂ, ഹോംസ് ഗൗരവത്തിൽ പറഞ്ഞു. പാവം ഹോർണറെ കുടുക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ. ഇനി സത്യം പറയൂ, ഈ രത്നം എങ്ങനെ താറാവിനുള്ളിൽ എത്തി? റൈഡർ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞു. ഞാൻ സത്യം പറയാം. ഹോർണർ അറസ്റ്റിലായപ്പോൾ പോലീസ് എന്നെയും പരിശോധിക്കുമെന്ന് ഞാൻ പേടിച്ചു. ഞാൻ രത്നവുമായി എന്റെ സഹോദരി ഓക്സ്ഫോർഡിന്റെ വീട്ടിലേക്ക് പോയി. അവർ താറാവുകളെ വളർത്തി വിൽക്കുന്നവളാണ്. അവിടെ വെച്ച് ഇത് ഒളിപ്പിക്കാൻ ഞാൻ ഒരു വഴി കണ്ടെത്തി. എനിക്ക് മോഡി എന്ന് പേരുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. മോഷ്ടിച്ച സാധനങ്ങൾ എങ്ങനെ വിൽക്കാം എന്ന് അവന് അറിയാമായിരുന്നു. കയ്യിലുള്ള രത്നം സുരക്ഷിതമായി അവന്റെ അടുത്തെത്തിക്കാൻ ഞാൻ ഒരു വഴി കണ്ടെത്തി.
മുറ്റത്ത് നടക്കുകയായിരുന്ന വാത്തകളിൽ ഒന്നിന്റെ ഉള്ളിൽ രത്നം ഒളിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഒരു വലിയ വെളുത്ത വാത്തയെ പിടിച്ചു. അതിന്റെ വായ തുറന്ന് രത്നം തൊണ്ടയിലേക്ക് തള്ളിക്കയറ്റി. പെട്ടെന്ന് എന്റെ സഹോദരി അങ്ങോട്ട് വന്നു. നീ ആ പക്ഷിയെ എന്തു ചെയ്യുകയായിരുന്നു ജെം? അവൾ ചോദിച്ചു. നീ എനിക്ക് ക്രിസ്മസിന് ഒരു വാത്തയെ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏതാണ് നല്ലതെന്ന് നോക്കുകയായിരുന്നു ഞാൻ മറുപടി നൽകി. നിനക്കുള്ള വാത്തയെ ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ വലിയ വെളുത്തതാണ് നിന്റേത്, അവൾ പറഞ്ഞു. നന്ദി മാഗി, പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പിടിച്ച ആ വാത്തയെ മതി, ഞാൻ പറഞ്ഞു. മറ്റേതിന് തൂക്കം കൂടുതലാണ്, അവൾ പറഞ്ഞു. സാരമില്ല, എനിക്ക് ഇത് മതി, ഞാൻ നിർബന്ധിച്ചു. ശരി, നിന്റെ ഇഷ്ടം. ഏതാണ് നിനക്ക് വേണ്ടത്? അവൾ ചോദിച്ചു. ആ വാലിൽ വരകളുള്ള വെളുത്ത വാത്ത, ഞാൻ പറഞ്ഞു. ശരി, അതിനെ കൊന്ന് എടുത്തോളൂ, അവൾ സമ്മതിച്ചു. മിസ്റ്റർ ഹോംസ്, ഞാൻ ആ പക്ഷിയെ കിൽപ്പേണിലേക്ക് കൊണ്ടുപോയി. എന്റെ സുഹൃത്തിനോടൊപ്പം അത് മുറിച്ചു നോക്കിയപ്പോൾ അതിൽ രത്നമുണ്ടായിരുന്നില്ല. ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ വേഗം സഹോദരിയുടെ അടുത്തേക്ക് ഓടി. അവിടെ ഒരു പക്ഷിയും ഉണ്ടായിരുന്നില്ല. മാഗി, അവയെല്ലാം എവിടെ? ഞാൻ ചോദിച്ചു. അവയെ കച്ചവടക്കാരന് വിറ്റു, ജെം. ഏത് കച്ചവടക്കാരന്? കോവന്ത് ഗാർഡനിലെ ബ്രേക്കിൻഡിഡ്ജിന്. വാൽഭാഗത്ത് അടയാളമുള്ള വേറെ താറാവ് അവിടെ ഉണ്ടായിരുന്നു. അതേ ജെം, അങ്ങനെയുള്ള 2 പക്ഷികൾ ഉണ്ടായിരുന്നു. എനിക്ക് അവയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ ബ്രേക്കിൻഡിഡ്ജിന്റെ അടുത്തേക്ക് ഓടി, പക്ഷേ അയാൾ അവയെല്ലാം വിട്ടിരുന്നു. അയാൾ ഒന്നും പറഞ്ഞു തന്നില്ല. ഞാൻ ഒരു കള്ളനായി മാറി, പക്ഷേ എനിക്ക് ഒന്നും ലഭിച്ചതുമില്ല. ദൈവമേ, എന്നെ സഹായിക്കണേ! അയാൾ പൊട്ടിക്കരഞ്ഞു. കുറച്ചുനേരം കഴിഞ്ഞ് ഹോംസ് എഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്തു പോകൂ, ഹോംസ് പറഞ്ഞു. കെൽത്ത് സാർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സംസാരിക്കേണ്ട, പോകൂ. അയാൾ വേഗം പടികൾ ഇറങ്ങി ഓടിപ്പോയി. വാട്സൺ, ഹോംസ് തന്റെ പൈപ്പ് എടുത്തുകൊണ്ട് പറഞ്ഞു, പോലീസിന്റെ കുറവുകൾ നികത്തുക എന്നത് എന്റെ ജോലിയല്ല. കോർണർ അപകടത്തിലാണെങ്കിൽ ഞാൻ ഇടപെട്ടേനെ. പക്ഷേ ഈ മനുഷ്യൻ ഇനി സാക്ഷി പറയാൻ വരില്ല, അതുകൊണ്ട് ആ കേസ് ഇല്ലാതാകും. ഞാൻ ഒരു കുറ്റവാളിയെ രക്ഷിക്കുകയാണെന്ന് തോന്നാം, പക്ഷേ സത്യത്തിൽ ഞാൻ ഒരാളെ നന്നാക്കുകയാണ്. ഇയാൾ ഇനി തെറ്റ് ചെയ്യില്ല. ഇപ്പോൾ ജയിലിൽ വിട്ടാൽ ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാകും. ഇത് ക്ഷമിക്കേണ്ട സമയമാണ്. ഡോക്ടർ, ആ ബെൽ ഒന്ന് അടിക്കാമോ? നമുക്ക് അടുത്ത കേസ് നോക്കാം.